ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടി കൊണ്ട് ആവിയിൽ വേവിച്ച ഒരു കിഡിലൻ ഹെൽത്തി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. പക്ഷേ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ടേസ്റ്റ് പിന്നെ വേറെ ലെവലാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലോട്ട് വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല തിളച്ച വെള്ളം വേണം ചേർക്കാൻ. ഒരു 1/4 കപ്പ് വരെയൊക്കെ വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ ഓരോ പൊടിക്കനുസരിച്ചിട്ട് വേണം വെള്ളം ചേർക്കാൻ. അപ്പോൾ കുറേശ്ശെയായി നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആവുന്നൊരു മാവാക്കി എടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിലേക്കുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. കപ്പളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പിൻ്റെ അടുത്താണ് കേട്ടോ സവാള. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്തത്. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇവിടെ നന്നായി വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. ഞാൻ 1 ക്യാരറ്റാണ് കേട്ടോ എടുത്തത്. കപ്പളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം 1 കപ്പ് ഉണ്ട്. അപ്പോൾ വലിയൊരു ക്യാരറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ക്യാരറ്റും കൂടെ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതാണ്. കപ്പളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ക്യാപ്സിക്കം കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചാട്ട് മസാലയാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പൊടികളുടെയൊക്കെ പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പൊട്ടറ്റോയാണ്. അപ്പോൾ വലിയൊരു പൊട്ടറ്റോ ബോയിൽ ചെയ്തതിന് ശേഷം നല്ല പോലെ ഉടച്ചെടുത്തതാണ്. ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 എണ്ണമൊക്കെ എടുക്കേണ്ടി വരും. ഇനി പൊട്ടറ്റോയും മസാലയും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തണുത്തതിന് ശേഷം നമ്മൾ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്കെല്ലാം ഇനി ഇതൊന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ എടുത്ത അളവിൽ ഇത്രയും ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഡോ നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആദ്യം ഒരു വലിയ ബോൾസിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. നമ്മൾ നേരത്തെ പൊട്ടറ്റോ ബോൾ ഉണ്ടാക്കി വെച്ചല്ലോ, അതൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല പോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തുക. അപ്പോൾ എണ്ണയ്ക്ക് പകരം നമ്മുടെ കയ്യിൽ വെള്ളമാക്കിയിട്ട് പരത്തുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വലുതായിട്ട് പരത്താൻ പറ്റും. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊട്ടറ്റോ ബോൾ ഇതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കിയെടുത്താൽ മതി. അപ്പോൾ അരിപ്പൊടി കൊണ്ട് നമ്മളിത് കവർ ചെയ്തിട്ട് വീണ്ടും ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പൊട്ടറ്റോ ബോൾ കുറച്ച് കൂടുതലുണ്ട്. അതിനനുസരിച്ചിട്ട് നമ്മളുടെ ഡോ തികഞ്ഞിട്ടില്ല. ആകെ 5 എണ്ണമാണ് കേട്ടോ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ ബോളിനനുസരിച്ചിട്ട് ഡോ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് അരിപ്പൊടി എടുക്കേണ്ടി വരും. പിന്നെ ഞാനിവിടെ 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി ഉണ്ടല്ലോ, അതാണ് കേട്ടത്. അപ്പോൾ അത് നന്നായി കഴുകിയതിന് ശേഷമാണ് 1 മണിക്കൂർ കുതിർത്താൻ വെച്ചത്. എന്നിട്ട് ഇതിലെ വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബോള് നന്നായിട്ടൊന്ന് ഓയിൽ തടവി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒന്ന് തടവി കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ ഈ പച്ചരിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ വേണമെന്നുണ്ടെങ്കിൽ ആവിയിൽ ഇത് വേവിക്കാം. പക്ഷേ കാണാനൊരു ഭംഗിക്കും വെറൈറ്റിക്കും വേണ്ടിയിട്ട് ഇതുപോലെ പച്ചരിയിൽ 1 മണിക്കൂർ കുതിർത്ത പച്ചരിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനൊരു ഭംഗിയാണ്. പിന്നെ നമ്മളിത് വേവിക്കുമ്പോൾ ഈ പച്ചരി ഒന്നും കൂടെ വെന്തിട്ടു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് പച്ചരി എടുത്തത്, അതുപോലെ 1 മണിക്കൂർ കുതിർത്തത്. അപ്പോൾ ഈ സ്റ്റീമറിൽ നല്ലപോലെ ഓയിൽ തടവിയിട്ടാണ് കേട്ടോ ഞാനിതിൽ വെച്ച് കൊടുത്തത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെന്ത് കഴിയുമ്പോൾ എടുക്കുമ്പോൾ സ്റ്റിക്കി ആയിട്ട് മാറും. അപ്പോൾ ഇനി ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഒരു 20 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. 20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ വെറൈറ്റി സ്നാക്ക് ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടില്ലേ, കാണാൻ തന്നെ എന്ത് ഭംഗിയാലേ, ഒരു പൂവ് പോലുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഹെൽത്തി ആണല്ലോ, നമ്മൾ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യുന്നില്ല, പിന്നെ വെറൈറ്റിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നല്ല സ്പൈസി വേണ്ടാന്നുണ്ടെങ്കിൽ എരിവ് കുറച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്